കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. നമ്മളിന്ന് എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളായിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പായി. രാവിലെ നമ്മളെത്തി താമസിച്ചാണെന്ന് എണീറ്റ കേട്ടോ. രാവിലെ ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ ഇന്ന് കാപ്പി എന്തിനാണ് മീനുട്ടി? അതെ, നൂഡിൽസ് ആണ് ഇന്ന് രാവിലെ കാപ്പി. അപ്പൊ നൂഡിൽസും കൂടെ ഒക്കെ നൂഡിൽസ്, പിന്നെ നമ്മൾ കട്ടൻ കൂട്ടി വെച്ചിട്ടുണ്ട് രാവിലെ. അപ്പൊ രാവിലത്തെ സംഭവം കൂടെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പോവേ. അങ്ങനെയാ നമ്മുടെ മീനുട്ടി കട്ടനും കൂട്ടി അഞ്ചരടിച്ചോണ്ടിരിക്കുന്നു. നൂഡിൽസ് നമ്മുടെ നൂഡിൽസൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നൂഡിൽസ് കഴിച്ചോണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ രാവിലെ ആവി കൊടുക്കാൻ പോവുകയാണ്. മീനിന് ആവി കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആവി കൊടുത്തിട്ട് വന്ന് കാണാം. നമ്മൾ പോണ ഒരു ആശുപത്രി, CSN ആശുപത്രി. നേരെ പോയി ഒന്ന് ആവി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ആശുപത്രിയിൽ നിന്ന് വന്നു കേട്ടോ. ആശുപത്രിയിൽ നിന്ന് വന്നപ്പം ഭാവിച്ചത് അവിടെ ചോറിന് അരിയൊക്കെ ഇട്ട് തിളപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇന്നത്തേക്ക് സ്പെഷ്യൽ ഇന്നലത്തെ രസം ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ പയർ തോരൻ വയ്ക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, പിന്നെ നമുക്ക് ഒരു മുട്ടയും ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി. അങ്ങനെ വടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ്. ഓക്കെ, ചോറ് വടിച്ച് വെച്ചിട്ടുണ്ട്. കലരടപ്പുണ്ട്, അടിപൊളി. ഇതാ നമ്മുടെ വാവച്ചിക്ക് കൊടുത്തിരിക്കുന്ന വ്യായാമത്തിന്റെ കണക്കുകൾ കേട്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് വ്യായാമം ചെറുതായിട്ട് ട്രെയിനിങ്ങിന് ചെയ്യാൻ പോകുന്നത്. രാവിലെ ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. കൂട്ടുകാരെ, എപ്പോഴും നമ്മുടെ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തോരൻ വയ്ക്കാൻ വേണ്ടി പയർ വേവിക്കാൻ വെച്ചൊക്കെയാണ്. വേവിച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്കിവിടെ ഒരു മുട്ടയും ഒരു സവാളയും പിന്നെ ഒരു പച്ചമുളകും ഇതെല്ലാം കൂടി എടുത്തൊന്ന് പൊരിക്കണം കേട്ടോ. ഒരു മുട്ട പൊരിച്ചെടുക്കാം. അപ്പോഴ് തേങ്ങ തിരുവി എടുത്തിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കണം. പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പപ്പട ചമ്മന്തി ഉണ്ടാക്കി മതിയായിരുന്നു. നമുക്ക് ഒരു ദിവസം നോക്കണം കേട്ടോ. പപ്പട ചമ്മന്തിയാ? നോക്കാം നമുക്ക്. അപ്പൊ ഇനിയിപ്പോ ഇത് ഇത്തിരി കുറച്ച് ഇതിലും കൂടെ ഇടണം അല്ലേ? നമ്മടെ തേങ്ങയുടെ കൂടെ കുറച്ച് ഇടേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വന്നപ്പോ വാവച്ചി ഞാൻ ചിക്കാന്ന് പറഞ്ഞെടുത്ത് വെച്ചിരുന്ന മുട്ട അതാ പൊരിച്ചു വെച്ചേക്കുന്നു. പൊരിച്ചു വെച്ച് വാവച്ചിക്ക് ഭയങ്കര വിശപ്പെന്ന്. ഗുളിയെ കഴിക്കണേലേ അപ്പം അതിൻ്റെ പവർ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ചെറിയൊരു നമ്മുടെ എന്തിനാണ് പൊരിച്ച മീനിൻ്റെ ചാറുണ്ടായിരുന്നു, അത് വേണം. പയർ തോരനും വെച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തി ഞാൻ അരയ്ക്കണമായിരിക്കും. ചമ്മന്തി എന്തായാലും അദ്ദേഹം അരച്ചിട്ടില്ല, അതായിരിക്കുന്ന തേങ്ങ. ഇന്നലത്തെ രസം ഇരിപ്പുണ്ട്, ഇവിടെ രസം ഇരിപ്പുണ്ട്. ചമ്മന്തി കൂടെ അരച്ചിട്ട് നമ്മളോട് ചോറ് കഴിക്കാം അല്ലേ മീനൂട്ടി? അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കകത്ത് മുളക് പൊടി, തേങ്ങ, പിന്നെ എന്തിനാണ് ചെറുള്ളി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടതാ അടച്ചു. ഇന്നത്തെ ചോറിനതാ ഇതൊക്കെയാണ്. ഇതാണ് പയറ് തോരൻ, ചമ്മന്തി, പിന്നെ മുട്ട പൊരിച്ചത്, രസം, പിന്നെ കാരക്ക, പിന്നെ ഇതെന്താ അച്ചാറടി? ജാതിക്ക അച്ചാർ. ഓക്കെ, മീൻ കൂട്ടി ഇതാ രസവും പിന്നെ തോരനും മുട്ടയും. ചമ്മന്തി വേണ്ട, അപ്പത്തി ചമ്മന്തി ഇനി വേണോ? തരണോ ചമ്മന്തി? വേണോ ഇത്തിരി കൂടെ? എല്ലാം കൂടെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ അങ്ങോട്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിച്ച് കലക്കിത്താ. അപ്പൊ അടിച്ച് കലക്കിയിട്ട് നമുക്ക് കാണാമേ. അപ്പൊ നമ്മള് കഴിക്കാം. ചമ്മന്തി, രസം. ഇത് മീനൂട്ടി തോരൻ, ചമ്മന്തി, അത് നോക്കിയേ.
അടിപൊളി. എല്ലാം കൂടെ അടിച്ച് മിക്സ് ചെയ്ത് അതെ. എങ്ങനെയുണ്ട്? അടിപൊളി. ചോറ് കഴിച്ച ഉടനെ ഒരു അണ്ണിക്കുഞ്ഞിന്റെ പുറത്ത് കയറിയിട്ടുണ്ട്. അണ്ണിക്കുഞ്ഞിനെ വേണമെന്നുള്ളത് ഞാനായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മള് ചോറൊക്കെ കഴിച്ചിട്ട് ഞായറാഴ്ചയല്ലേ, അപ്പൊ നമ്മൾ അങ്ങോട്ട് അച്ഛൻ്റെ അമ്മേരെ അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചല്ലേ ബാബാച്ചി? ബാബാച്ചി പറഞ്ഞില്ലേ ഞാനും മീനൂട്ടി മാത്രമേ പോണുള്ളൂ കേട്ടാ. ഓക്കെ, അവിടെ പോവാം മീനൂട്ടി. എന്തൊരു സമ്മാനം? ഓരോ ടെസ്റ്റിന് എഴുതി കൊടുത്തപ്പോഴേ ഒരു ടെസ്റ്റ് ഒന്ന് ചെയ്യാനുള്ളത് അവിടെയാണ്. എവിടെയാ മീനു നീ? അവിടത്തേക്കാണ് എഴുതി കൊടുത്തത്. ആഹാ, അങ്ങനെ നമ്മൾ അപ്പുറത്തൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി വീട്ടിൽ നമുക്ക് തിരിയത് ചായ ഇടാം അല്ലേ വാച്ചി? ചായ കുടിക്കാൻ സമയമായി. അപ്പം നമുക്ക് ചായ കുടിക്കാം. നമ്മൾ പൊടി കൊണ്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്. പൊടിച്ചായയാണ് കേട്ടോ. പൊടിച്ചായക്കുള്ളത് നമ്മൾ പൊടിയൊക്കെ കലക്കി വീട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും വീഡിയോയിൽ ചേട്ടൻ്റെ വോയിസാണ് കേൾക്കണം. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. ചായ മാത്രമേ ഉള്ളൂ, ചായ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, മീനുട്ടിക്ക് നമ്മൾ അങ്ങനെ ചായ കൊടുക്കണതല്ല, അര ഗ്ലാസ് ലൈറ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. ഈ ചായ അങ്ങനെ ഒരുപാട് കുടിക്കൂലെന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ അര ഗ്ലാസ് പാവം. ജൂലി, ജൂലി കുളിക്കണ ജൂലി. ഞായറാഴ്ച ദിവസമാണ് ജൂലിയെ കുളിപ്പിക്കണത്. നമ്മളെ ജൂലിയുടെ വാലൊക്കെ പോയി. എന്താ അനുസരണയോടെ നിക്കണ ജൂലിക്കുട്ടി? എടുത്തോണ്ട് കൊടുക്കള സോപ്പ്. കണ്ടില്ല, അച്ഛനുള്ളതല്ല അവനുള്ള വെള്ളം തന്നെ. കരിമ കുളിക്കുമ്പോ ആരും നോക്കൂല. അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി നമുക്ക് ഒരു കഷ്ണം ചക്ക തന്നെ കേട്ടോ. നമ്മുടെ വരിക്ക ചക്കയാണ് കിട്ടിയത് കേട്ടോ. കഴിക്കാം. ചക്ക തിന്നാൻ കൊതിയോടെ നമ്മുടെ മീനക്കുട്ടിയും വന്നിരിപ്പുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് വരിക്ക ചക്ക കിട്ടിയത്. മധുരം ഉണ്ടോ മീനു? കൊള്ളാമോ? തിന്നിട്ട് ബാക്കി ജോലി ചെയ്യാന്ന്. കിട്ടിയതപ്പം തിന്നണം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കുരു? അങ്ങനെ കിട്ടിയ ചക്ക എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു തീർത്തു. ഇനി കിട്ടിയ ചക്കക്കുരു എടുത്തു. അതെ, ഒരു കറിയോ മെഴുക്ക് വരട്ടിയോ വെക്കാൻ കുറച്ച് ചക്കക്കുരു വെട്ടിയിട്ടുണ്ട്. കറി വെക്കാൻ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി എന്തെങ്കിലും വെക്കാനായിട്ടുള്ള ചക്കക്കുരു കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മീനും കഴിച്ചു തീർന്നിട്ട് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ചക്ക നോക്കിയിരി ഇനി. അത് കളാം. ഉമ്മ ഓ മതി. ചേട്ടൻ നമ്മുടെ ഒരു സൈഡിലേ അവിടെ ഒരു മറവിന് വേണ്ടി നമ്മുടെ ഒരു ടാർപ്പൊക്കെ എടുത്ത് കെട്ടുന്നതാണ് കേട്ടോ. ഇതാ നമ്മളെ ജൂലിയൊക്കെ കുളിപ്പിച്ച് വൃത്തിയൊക്കെ നിർത്തിയിരിക്കുന്നുണ്ട്. ജൂലിയുടെ കളിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ജൂലിക്ക് കൂടൊക്കെ കെട്ടിയെങ്കിലും കിടക്കത്തില്ല കേട്ടോ. ഇത് തൽക്കാലത്തേക്ക് വേണ്ടി ജൂലി നമ്മൾ തൽക്കാലം ഈ വെളിയിലോട്ടെടുത്ത് കെട്ടിയതാണേ. അങ്ങനെ കൂട്ടുകാരെ ഇവിടെ ഇരുന്നപ്പോൾ ഒരു മരിച്ചിനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറേ നാളായി അതൊന്നും ചുട്ട് കഴിച്ചിട്ടില്ല. അപ്പം ചുട്ട് വേവിച്ച് കഴിച്ച് നോക്കാമെന്ന് കഴിഞ്ഞാൽ അത് ചുട്ടെടുത്ത് നമ്മൾ ചമ്മന്തിയും കരുവാടും ഒക്കെ വെച്ച് കഴിക്കണം കേട്ടോ. കഴിച്ച് തീർന്നപ്പോഴാണ് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് അല്ലേ കേട്ടോ. ജൂലിയുടെ അങ്ങനെ മീനൂട്ടിയെ കാത്തിരിക്കുകയാണ് കേട്ടോ. ജൂലിയെ കളിപ്പിക്കാൻ വേണ്ടി മീനൂട്ടി അപ്പുറത്ത് പോയി മീനൂട്ടി കളിക്കാതെ കാർ എടുത്തോണ്ട് വരേടെ.
പട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി കാർ എടുക്കാൻ പോയി ഇതാ കാറും കൊണ്ട് വരുന്നുണ്ട്. ഇത് ആരെ കളിപ്പിക്കാനാണ്? ഏടി ആരെ കളിപ്പിക്കേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.